20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ മരണം മർദ്ദനത്തെ തുടർന്നെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. തലയിൽ അടിയേറ്റ് രക്തം കട്ട പിടിച്ചിരുന്നുവെന്നും വാരിയെല്ല് പൊട്ടിയിരുന്നതായും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും. ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫായിസ് മകൾ ഫാത്തിമ നസ്രീനെ കൊലപ്പെടുത്തിയതാണെന്ന് ഞായറാഴ്ച അമ്മയും ബന്ധുക്കളും ആരോപിച്ചിരുന്നു. ബോധരഹിതയായ കുഞ്ഞിനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് പിതാവ് ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. പിന്നീട് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതല്ലെന്ന് വ്യക്തമായിരുന്നു. വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. ശേഷം കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കുട്ടിയെ വീട്ടിൽ വെച്ച് പിതാവ് ഫായിസ് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കുട്ടിയുടെ ഉമ്മ ഷഹാനത്തും ബന്ധുക്കളും ആരോപിച്ചിരുന്നു. അവളെ നാത്തൂന് പറഞ്ഞ് എടി ഇങ്ങോട്ട് വാവ് തന്നെ ഞങ്ങൾ കാണിച്ചു തരാന്നൊക്കെയാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഓളെ ഉപദ്രവിച്ചു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓളെ നല്ല ഉപദ്രവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓളെ നാത്തൂനും ഓളെ ഉമ്മയും ഒക്കെ അതേപോലെ തന്നെയാണ് ഇവിടെയും കുട്ടീനെ ഉപദ്രവിച്ചിരിക്കുന്നത്. 6 മാസമായിട്ടുള്ള പ്രസവം കഴിഞ്ഞിട്ട് ഓപ്പറേഷനാണ്. ആ കുട്ടീനെ ഈ കോലത്തിൽ എടി ഇങ്ങോട്ട് വാവടി അന്നെ ഞാൻ കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചീന്. അല്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെന്ത് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു? നമ്മളോട് ഓളെ വൈക്ക് വിട്ടു ഭർത്താവാണ് ഓല് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തോ? എവിടെ പോലീസില്? നമ്മൾ കാളിയാവിലും ചെല്ലാൻ പറയുമ്പോ ഒരു പറയും കാളിയാവ് പോവാന്. കാളിയാവ് ചെല്ലുമ്പോ പറയും പൂക്കോട്ടുംപാടം, നിങ്ങൾ സ്റ്റേഷന് പൂക്കോട്ടുംപാടാണ്. നമുക്ക് എവിടെ ഇല്ല, ഏത് സ്റ്റേഷനും ഇല്ല. ഏത് സ്റ്റേഷനിൽ ചെന്നാലും ഞാൻ ചോദിച്ച് പൂക്കോട്ടുംപാട് ഞാൻ ചോദിച്ച് പിന്നെ എനിക്ക് ഏതാ സ്റ്റേഷന് അത് പറഞ്ഞു തരി, നിങ്ങൾ അവിടേക്ക് ഇവിടേക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് പോലെ അവിടുന്ന് ലാസ്റ്റ് പോലെ പറഞ്ഞ് ഈ കേസ് ഷാബാനത്തിന്റെ കേസും കൊണ്ട് ഇതിക്ക് ഈ സ്റ്റേഷനിക്ക് വരണ്ടാന്ന്. അതാരാ പറഞ്ഞു? വനിതാ പോലീസ്. എവിടെ? പൂക്കോട്ടുംപാടം സ്റ്റേഷനിൽ. അതിന്റെ മുന്നൊരു വനിതാ പോലീസ് അതേമാതിരി തന്നെ പുറത്തേക്ക് പോന്നാണ്ട് ഇന്നെ പുറത്താക്കി. ഓല് നമ്മളോട് പറയാൻ പറ്റാത്ത വാക്കുകളെ നമ്മളെ ഓല് പറയണത്. ഓല് നമ്മളെ സഹകരിച്ചല്ല ചുരുക്കം ആക്ഷൻ അത് എടുക്കണില്ല. കാരണം ഇവര് പറഞ്ഞാലും ഒന്നും ഒരു സ്വീകരിക്കില്ല. കാരണം ആണുങ്ങളില്ലല്ലോ പറയാൻ. ഓലിക്ക് വരുമ്പോ ഒരു നാട് മധ്യസ്ഥക്കാരൻ വരും. ഇതിറ്റങ്ങളെ പുറത്താക്കാം. അതല്ലല്ലോ നിയമത്തിന്റെ വഴിക്ക് പോകണം. നിങ്ങളിപ്പോ ലാസ്റ്റ് എങ്ങനെ ഇവിടെ അങ്ങോട്ട് വിട്ടത്? പൂക്കോട്ടുംപാടം സ്റ്റേഷൻ ഓര് പറഞ്ഞാൽ ഓല് ഒന്നിച്ച് ജീവിക്കാനുള്ളതല്ലേ അതാണ് ഈ കുട്ടിനെ കൊണ്ടുപോകണം. ഓല് പറഞ്ഞോളാ പറഞ്ഞത്. പോകുമ്പോഴും ഇവൻ പറഞ്ഞേക്കണേ ഈ കുട്ടിനെ ഞാൻ കൊല്ലുള്ളൂ. പറഞ്ഞാടന്നെ കൊണ്ടുപോയിക്കണത്. പക്ഷെ കൊണ്ടയോ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. തോക്ക്
വിളിച്ചാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് അതാരാ? അത് ഓളെ ഹസ്ബൻഡ് ഫായിസ്. തോക്ക് കൊല്ലുന്ന നീതി കിട്ടണം, എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. അത് ഞങ്ങൾ ഈ സമയത്ത് വീട്ടിൽ ഇവള് മാത്രമേ ഉള്ളായിരുന്നു? ആ സമയത്ത് ഇവളെ വീട്ടില്, ഹസ്ബൻഡിന്റെ വീട്ടില് അളിയനും ഇവനും പെങ്ങളും എല്ലാരും കണ്ടു നിൽക്കാണ്. അളിയന് സത്യം മൊഴി കൊടുത്തല്ലോ, അളിയാൻ കണ്ടിക്കണു കൊന്നത് അളിയാൻ പറഞ്ഞു. അളിയ എപ്പോഴാണ് സത്യം പറഞ്ഞത് ഓനാണ് കൊന്നത് എന്നുള്ളത്. മുമ്പ് ഫായിസിനെതിരെ ഭാര്യ ഷഹാനത്ത് നൽകിയ പരാതി ഒത്തുതീർക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു നിരന്തരം ഉപദ്രവിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഫായിസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. N4 ന്യൂസ്, കാളികാവ്. എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും RMO ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ലാബർ റൂം, ICU, NICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി, AC VIP റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു. ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളുത്തുംകടവ്, നിലമ്പൂർ. ഫോൺ 9447 181 305.